ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് സത്സംഗത്തിലിരിക്കാൻ ഭഗവാൻ അനുവദിച്ചു. ഞാൻ ലൈവ് വരണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടെ നെറ്റൊക്കെ പോയി കിടക്കുകയാണ്. ഇന്നലെ വന്നിട്ട് 6 മണി മുതൽ എല്ലാ ദിവസവും ലൈവ് ഉണ്ടായിരിക്കും എന്ന് നിങ്ങളുടെ അടുത്ത് പറയണം എന്നൊക്കെ കരുതിയതാണ്. പക്ഷേ ഇന്നലെ മുഴുവനും അത്രയും ഗംഭീരമായ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ 6 മണിക്ക് കൃത്യമായിട്ട് ഇവിടെ ലൈവ് ഇല്ലെങ്കിലും കൃത്യമായിട്ട് ഇവിടെ പാരായണം നടക്കും. അത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നെറ്റ് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്കത് എത്തിച്ചു തരണതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഇന്ന് കർക്കിടകം 1 നമ്മളുടെ പാരായണം. ഇന്ന് രാവിലെ ഇവിടെ എല്ലാവരുടെയും, എനിക്കറിയാം ലൈവായിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ട് എന്നറിയാണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും എന്നൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം. വായിക്കുന്നതിൽ പല വിധത്തിലുള്ള അക്ഷരത്തെറ്റുകൾ ധാരാളം വരും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ വായനയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് നല്ലോണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമൊക്കെ പറയുമ്പോൾ രാമായണം വായിക്കാൻ മടി വിചാരിച്ച്. അറിയുന്ന അക്ഷരങ്ങൾ പോലും തെറ്റിപ്പോകുന്ന അവസ്ഥ, അങ്ങനെ ഒരവസ്ഥയുണ്ട് എനിക്ക്. ഭഗവാൻ എന്തോ അറിയില്ല, ഇതൊക്കെ ഈശ്വരേച്ഛ കൊണ്ട് നടന്നു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വരുന്ന എല്ലാ തെറ്റുകളും നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അതെല്ലാം തെറ്റുകളെല്ലാം ശരിയായിട്ട് ഭഗവാൻ അത് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രാർത്ഥിക്കാം. പലരും ധാരാളം പേര് പറഞ്ഞു രാമായണം വരൂ ലൈവ് വായിക്കണം വരൂ എന്ന് പറഞ്ഞാൽ അത്രയും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ആ ലൈവ് വരാം എന്ന് തീരുമാനിച്ചത്. കാരണം ഉച്ചയ്ക്ക് ശേഷം മുല്ലോറിൻ്റെ ദേവരുടെ അടുത്ത് പാരായണം ഉണ്ട്. അപ്പോൾ 2 തവണയാണ് ഇത്തവണത്തെ രാമായണ പാരായണം. എല്ലാം ആ ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. രാമായണം വേണ്ടതുപോലെ വായിച്ച് സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം ഗബിദ്ധജംഭൂബലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം.
മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ശ്രീരാമ രാമ മമ ദേവദേവ സീതാസമേതം അടിയന്തൊടും തൊഴുമ്പോൾ കോദണ്ഡമോടക്കുഴലായി വരേണം. ശ്രീമൗലിയിൽ പീലികൾ ചാർത്തിടേണം. സീതാപദേ ജാനകി രാധയായി രാധാസമേതം കുഴലൂതിടേണം. ശ്രീരാമഭക്തോത്തമ ആഞ്ജനേയ ശ്രീരാമദൂത തുണയേകിടേണം. ശ്രീരാമനിൽ താവക ഭക്തി പോലെ ശ്രീകൃഷ്ണ ഭക്തിക്കടിയൻ തൊഴുന്നേൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പാരായണം ആരംഭിക്കാം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ബാലകാണ്ഡം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണാമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നൻ. വാണിയിടുക നാരദമെന്നുട നാവു തന്മേൽ വാണിമാതാവേ. വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ജയിക്കണാങ്കാനനേ യഥാകാനനേ ദിഗംബരൻ. വാരിജോത്ഭവമുഖവാരിജവാസേ ഭാലേ. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതേ സലക്ഷണം മേൽമേൽ മംഗളാശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നന്മറ നേരായ രാമായണം ചമയ്ക്കയാൽ നന്മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനീതൻ മമാവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ.
രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരായിക്കിയ ദേവകളും വാരിജാശരാത്രി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണക്കേണം. കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരണാംബുജലീനപാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന വരുത്തിയിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരാകി കാണായൊരു ഭൂദേവപ്രവേരന്മാർ തദ്വരാശാവാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങൾ ആർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനിനാം ആദ്യനായുള്ളോരു ഞാൻ. വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാൻ വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണക്കേണം. സുരസംഹദീപതി തതനു സ്വാഹാപതി വരതൻ പ്രതിപതി നിരതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രഥമഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനമ്പതി ജഗതി ചരാചരാജാതികളായുള്ളോരും അഗതിയായോരടിയനനുഗ്രഹിക്കണം. മകമേ സുഖമേതാൻ അനിശം വന്ദിക്കുന്നേൻ. അഗ്രജൻ മമാസയ സദം അഗ്രേസരൻ ഗുരുനാഥനെ ഗന്ധവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. സർവവിധത്തിലുള്ള ആ ദേവതമാരെയും അതുപോലെ തന്നെ ഈ സർവചരാചരത്തിലുള്ള ഓരോന്നിനെയും എടുത്തെടുത്തെടുത്ത് പറഞ്ഞ് എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ടാണ് വാൽമീകിയുടെ ആ രാമായണം എഴുത്തച്ഛൻ കിളിപ്പാട്ട് രൂപത്തിൽ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ആ എഴുത്തച്ഛൻ്റെ ആ ഒരു പ്രാർത്ഥന പോലെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവചരാചരങ്ങളിലും വസിക്കുന്ന പരമാണു പൊരുളിലും സ്മരണമായിട്ട് വിളങ്ങുന്ന ഭഗവാൻ ഓരോരോ ഭാവത്തിൽ നിന്ന് ഇത് വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇനി അടുത്തത് രാമായണം മാഹാത്മ്യമാണ് പാരായണം ചെയ്യണത്. ശ്രീരാമായണം പുരാ വിരിഞ്ചാവിരീചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലിതു. ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളം മുന്നമ്മ മുനിപ്രവേരനായി വന്നതു കണ്ടു ദാദാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാവാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ.
വണീടുക വണ്ണമെന്നാവിന്മേലെ വം ചൊൽവാൻ നാണമാകുന്നതു താനും എന്തതിന്നവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. ഓരോന്നും നമ്മളെപ്പോലെയുള്ളവരെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഈ മഹാത്മാവ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. കാരണം ആ രാമായണത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ അതിൽ അക്ഷരത്തെറ്റ് ധാരാളം നമുക്ക് വരണു. അത് വേണ്ടതുപോലെ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റണില്ല. അതിന് എന്ത് ചെയ്യണം? അതിനിതാ ദേവിയോട് പറയണു, ഭഗവതിയോട് പറയണു, സരസ്വതി ഭാവത്തിലിതാ ജ്ഞാനസ്വരൂപിണി സരസ്വതി സുസ്മിതേ ഞാൻ വന്ദിച്ചിടുന്നു തവ പാദതലത്തിൽ നിത്യം എന്നും മുകുന്ദ ചരിതാമൃതമുച്ചരിക്കാൻ നാവിലെപ്പോഴും അധീശ്വരി വാണിടേണം. നാവിന് ആ ഈശ്വരിയായിട്ടുള്ള ആ വാണിയെ പ്രാർത്ഥിക്കുന്നു. അക്ഷരങ്ങളൊക്കെ വേണ്ടതുപോലെ വരാനായിട്ട് അനുഗ്രഹിക്കണം. വേദശാസ്ത്രങ്ങളൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ആകെ കൂടി നാമം ജപിക്കാൻ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒന്നും അറിയാത്ത ഞങ്ങൾക്ക് വേണ്ടതുപോലെ ഇത് വരണം. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കാനായിട്ട് ക്ഷമിക്കണേ എന്നതാ പ്രാർത്ഥിക്കണം. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും. അസന്നിഗ്ധം ഇജ്ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവാൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായുള്ളോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീവാരത്തെ തീർപ്പൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം. ദുഗ്ധാബ്ദിമധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗ നിദ്ര ചെയ്തിടും നാരായണൻ ധാത്രിമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥാതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജാപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മതത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനം സീതാപതി ശ്രീപദം വന്ദിക്കുന്നേൻ. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഇനിയാണ് മഹേശ്വര സംഭാവത സ്വരൂപത്തിൽ രാമായണ കഥകൾ നമുക്കായിട്ട് ഭഗവാൻ പകർന്നു തരുന്നത്. ഇനി ഇതുവരെ എഴുത്തച്ഛൻ പറയുന്ന രൂപത്തിലായിരുന്നു. എഴുത്തച്ഛൻ ഇപ്പോൾ നമുക്ക് ആ കാരുണ്യം കൊണ്ട് അല്പം മാറി നിന്ന് ഇനി നമ്മളുടെ മുമ്പിലേക്ക് ആരാണ്? പാർവതി പരമേശ്വരന്മാരാണുള്ളത്. അവരിൽ നിന്ന് നമ്മൾ കഥ കേൾക്കണമെന്നുള്ള ഭാവത്തിൽ അത്യന്തം ഭക്തിയോട് കൂടിയിട്ട് അത്യന്തം പ്രാർത്ഥനയോട് കൂടിയിട്ട് എല്ലാവർക്കും രാമായണം ശ്രവിക്കാനും പാരായണം ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആ മഹാദേവൻ്റെയും പാർവതിയുടെയും പാദത്തിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. കൈലാസാചലേ സൂര്യകോടിശോഭിത വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധസേ ദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു അമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമാവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവശങ്കരാചരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ അത്യന്തം രഹസ്യമാം വസ്തു എന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പു.
ആകയാൽ ഞാനുമുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരാവശചേതസ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം യോഗഭേദാദികളും ക്ഷേത്രോപാസനാഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമകദാരിലേറ്റവും ഉണ്ടായി വന്നു. ബദ്ധമോക്ഷങ്ങളുടെ കാരണം മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീ ജഗൽപദേ. ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കൽപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുദേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലിതു ചൊൽവാൻ. ഈശ്വരീ കാർത്യായനി പാർവതി ഭഗവതി ശശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗാദ്യനാമീശ്വരൻ മന്ദഹാസം പൊണ്ടരുൾ ചെയ്തു. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇവിടെ ഉമാമഹേശ്വര സംവാദത്തിൽ ഈ കഥകൾ നമ്മൾ എല്ലാ തവണയും അനുസ്മരിക്കാറുള്ളതാണ്. അതുകൊണ്ട് കേൾക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധമൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ കൈലാസത്തിലെ ശ്രീപാർവതി അവിടെ മഹാദേവനോട് കൂടി ഇരിക്കുന്ന സമയത്ത് ചോദിക്കുന്നു. ധാരാളം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സംഖ്യശാസ്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്, ഭക്തിലക്ഷണം പറഞ്ഞു തന്നിട്ടുണ്ട്, ക്ഷേത്രോപാസന ഫലം എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നത്, യാഗാദി കർമ്മങ്ങളുടെ ഫലം എങ്ങനെയാണെന്ന് ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലായിപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നുള്ള അജ്ഞാനമൊക്കെ നീങ്ങി. ഇപ്പോൾ എനിക്ക് ആ അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം നീങ്ങി നമ്മുടെ ഉള്ളിൽ മനസ്സ് ശുദ്ധമായാൽ നമുക്ക് പിന്നെ എന്താ ഇഷ്ടം ഉണ്ടാവുക? ആ ഭഗവാനെക്കുറിച്ച് കേൾക്കാനാണ് കൊതി ഉണ്ടാവുക. അപ്പോൾ ഈശ്വരൻ്റെ കഥകൾ എത്ര കേട്ടാലും മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് പറയണു, ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ആ മഹാത്മ്യവും കഥകളൊക്കെ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ശ്രീരാമകഥകളെ എത്ര കേട്ടാലും മതി വരാത്ത ശ്രീരാമകഥകൾ അങ്ങയുടെ നാവിൽ നിന്ന്. കാരണം ആ ഭക്തോത്തമനായിട്ടുള്ള ഒരാൾ ഭക്തിപൂർവം പറയുമ്പോഴാണ് നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ആ ഭക്തിയോട് കൂടിയിട്ട് ഈശ്വര കഥകൾ എത്തുള്ളൂ. അപ്പം അത്രയും ഭക്തനായിട്ടുള്ള മഹാദേവനാണ് നമുക്ക് പറഞ്ഞു തരണത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭക്തി, ആ മഹാദേവൻ്റെ വാക്കുകൾ കേട്ടിട്ട് നമ്മുടെ ഉള്ളിൽ ഭക്തി ആവണില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിത്തം ഇനിയും ഒരുപാട് പരിശുദ്ധമാവാനുണ്ട്. അതിന് നമുക്കിത് നിരന്തരം 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 നാമം ജപിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമുക്കിത് ഉള്ളിൽ ഉറക്കണില്ല, ഭക്തി തോന്നണില്ല വെച്ചാൽ അടുത്ത ദിവസത്തെ പാരായണ സമയം വരെ നമുക്കിത് നാമം ജപിച്ചുകൊണ്ടിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ചിത്തശുദ്ധി ഉണ്ടായിട്ട് അത് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ ഭക്തി നിറയാൻ വേണ്ടിയിട്ടാണ്. ആ ഭക്തിയോട് കൂടിയിട്ടാണ് മഹാദേവൻ പറയണത്. അത്രയും ഭക്തിയാണ് പറയില്ലേ. പരമപ്രേമമാണ് രാധ എങ്കിൽ പരമമായ ഭക്തിയാണ് മഹാദേവൻ. ഭക്തിയുടെ മൂർത്തീഭാവമാണ് മഹാദേവൻ. അപ്പം ആ മഹാദേവൻ്റെ വാക്കുകളാണ്. മഹാദേവന് ചോദിക്കുമ്പോൾ തന്നെ ആ ഭഗവാന്റെ കഥ പറയൂ എന്ന് ആരെങ്കിലും ചോദിക്കുന്ന അവസരത്തിൽ തന്നെ മഹാദേവന് ഒരുപാട് സന്തോഷമാണ്. ഭഗവാനെ പറ്റി പറയാനാണ് അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പം ഏറ്റവും ആനന്ദം അനുഭവിക്കുന്നത് എൻ്റെ പ്രഭുവിനെ പറ്റിയിട്ട് ഞാൻ പറയാൻ ഒരുപാട് സന്തോഷം. അത് ചോദിക്കാൻ എല്ലാവർക്കും തോന്നില്ല. അപ്പോൾ അത് ചോദിച്ച ആ ശ്രീപാർവതി ദേവിയോട് ഒന്നുകൂടെ ഒരു പ്രേമഭാവം ഉണ്ടായിരിക്കണം ആ മഹാദേവന്. കാരണം എൻ്റെ പ്രഭുവിനെ പറ്റി കേൾക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുല്ലോ എന്ന്. ധന്യേ വല്ലഭേ ഗിരികന്യകേ പാർവതി ഭദ്രേ. ധന്യേ എന്നുള്ള അതൊക്കെ ഉണ്ട് കേട്ടോ. ആ ധന്യേ എന്നൊക്കെ വിളിക്കുമ്പോൾ ഭദ്രേ എന്നൊക്കെ വിളിക്കണോർത്ത് ആ ഒരു പ്രേമഭാവം. അതുപോലെ ധന്യയായുള്ള ഒരാൾക്ക് മാത്രമേ ഈശ്വര കഥകൾ കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയുള്ളവരുടെ ഭദ്രമായിട്ടുള്ള ഒരു
ജന്മമാണ് അവരുടെ. അപ്പോൾ ആ ഭദ്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ശാന്തമായി സന്തോഷത്തോടു കൂടി ഇരിക്കുക. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഈശ്വര കഥകൾ കേൾക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ മഹാദേവൻ വിളിക്കുന്നത്. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണേ കേൾപ്പിച്ചില്ല ഇതാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യാതിശയം പുരുഷോത്തമങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ഇപ്പം ആ ഭഗവാനിലെ ഭക്തി ഉണ്ടായതുകൊണ്ടാണ്, പ്രേമഭാവം ഉണ്ടായതുകൊണ്ടാണ് ഭഗവാനെ പറ്റി കേൾക്കണം, അറിയണം എന്നുള്ള ഒരു ഇച്ഛ ഉണ്ടായത്. അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് അല്ലേ, എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്ത് മനസ്സിനെ പരിശുദ്ധമാക്കി. പരിശുദ്ധമായ ആ മനസ്സിൽ ഈശ്വരഭാവം തെളിഞ്ഞു, ആ പ്രേമഭാവം തെളിഞ്ഞപ്പോൾ ആ ഭഗവാനെ പറ്റി കേൾക്കണം എന്ന് ആഗ്രഹം വന്നു. അപ്പോൾ നമ്മളുടെ ആ മനസ്സ് എപ്പോഴും പറയണു, ആ മനസ്സ് പരിശുദ്ധമാക്കി വയ്ക്കണം. നമുക്കത് ധാരാളം കേൾക്കാനൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും മനസ്സ് പരിശുദ്ധമാക്കാൻ ഏറ്റവും അത്യുത്തമമായ മാർഗം തന്നെയാണ് നാമജപം. ധാരാളം നാമം ജപിച്ച് മനസ്സിനെ പരിശുദ്ധമാക്കുക തന്നെ വേണം. ശ്രീരാമപാദംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതീതൻ കാരണാനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗന്തുൽഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ചൻ നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകൻ നിശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസമായ തമസംവൃതമാകമൂലം സീതാരാഘവാമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. മായ കൊണ്ട് സംവൃതമായതുകൊണ്ട് നമ്മുടെ മനസ്സൊക്കെ മായയിൽ മുങ്ങിയിട്ട് മായ കൊണ്ട് സംവൃതമായതുകൊണ്ട് രാമൻ ഒരു മനുഷ്യനാണ്. രാമൻ്റെ ആ മനുഷ്യനായിട്ട് വന്ന രാമൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ തെറ്റേത് അതിൻ്റെ ശരി ഏത് നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? മായ മൂലമാണ്. അപ്പം ആ മായ ആയിട്ടുള്ള മനസ്സ് മായ നീങ്ങിയിട്ട് ആ മനസ്സ് തെളിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈശ്വര കഥകളെ കേൾക്കണം. അപ്പം ഈശ്വര കഥകൾ, അതുകൊണ്ട് ഈശ്വര കഥകളെ കേട്ടാൽ ജീവന് മുക്തി ലഭിക്കുന്നു. അതുകൊണ്ട് ഈ കഥകളൊക്കെ കേൾക്കണം എന്ന് പറയണു. ആ ശ്രീ പരമേശ്വരിയോട് പറയാണ്. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജാവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു. ദേവിയു മനൂജനും വാനരപ്പടയുമായി സത്വരാമയോധ്യ ബുക്കഭിഷേകവും ചെയ്തു. സത്താമാത്രമാ സകലേശൻ അവ്യയന്നാഥൻ മിത്രപുത്രാദികളം മിത്രവർഗത്താലും അത്യുത്തമന്മാരും സഹോദര വീരന്മാരാലും കീകസന്നാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗത്സവ്യമം ചരീതം കേട്ടാനന്ദിച്ചു നിർമ്മലാമണീല സത്കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാറു ഭക്തിയാ വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൊണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ
ഹനുമാനെ നീ കണ്ടായല്ലേ, സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ. നിന്നിലും എന്നിലും ഉണ്ടാവെല്ലാ നേരവും തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ. നിർമ്മലാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ. നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷാമിവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ. ബ്രഹ്മജ്ഞാനാർത്ഥികൾ ഉത്തമോത്തമനടോ. ശ്രീരാമദേവനേവം അരുളിച്ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. ഇതാ പറയണു, ആ ദേവിയെ വിളിക്കണം നോക്കൂ, ചിന്മയേ. എപ്പോഴും ആനന്ദത്തിലിരിക്കുന്നവളാണ് ചിന്മയം. ജഗന്മയേ, ആ ജഗത്തിന് മുഴുവനും ആധാരഭൂതിയായിട്ടുള്ളതാണ്. ഒക്കെ ആ വാക്കുകളൊക്കെ നോക്കൂ, ഓരോന്നും അതെ. വിളിച്ചിട്ട് ഇതാ പറയണു, അവന് ഇതാ പരമാത്മജ്ഞാനം പകർന്നു കൊടുക്കാൻ യോഗ്യത, കേൾക്കാൻ യോഗ്യതയുള്ളതിൽ ചുരുക്കം ആളിലൊരാളാണ് ഹനുമാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണം പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ ആർക്കാണ് ഏറ്റവും ഭക്തി? ആരുടെ ഉള്ളിലാണോ ഏറ്റവും പ്രേമം, അല്ലെ ശ്രീരാമനിലെ മനസ്സ് നിറഞ്ഞിരിക്കുന്നത്. സീത എങ്ങനെയാണോ നമ്മൾ പറയില്ലേ, രാധ കൃഷ്ണനിലാണ് എന്ന് പറഞ്ഞ പോലെ സീത രാമനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സീതയ്ക്ക് മാത്രമേ അത് പറയാൻ അത്രയും വേണ്ട പോലെ അങ്ങോട്ട് പറയാനല്ലേ. അതുപോലെ ആ രാമൻ്റെ തത്വോപദേശം പറയാനായിട്ട് സീതയാണ് യോഗ്യത. അപ്പോൾ സീതയ്ക്കാണ് അത് പറയൂ. കാരണം ഭർത്താവ് സാധാരണഗതിയിൽ ആലോചിക്കുമ്പോൾ ഭർത്താവിൻ്റെ നന്മകളെയൊക്കെ പറ്റി പറയാനും അത് വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കാൻ ഭാര്യയ്ക്ക്, അല്ലെ പതിവ്രതയായ ഒരു ഭാര്യയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അവരിതാ ഭർത്താവിൻ്റെ ഗുണഗണങ്ങളെ പറ്റി പറയണു. പറയുമ്പോൾ അതിൽ ഭർത്താവിനോടുള്ളൊരു പ്രേമഭാവം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അത് കേൾക്കണവരുടെ ഉള്ളിലേക്ക് കൂടുതലധികം എത്തും. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കൂ, ഹനുമാന് പറഞ്ഞു കൊടുക്കുന്നതാ പറയണു. ദേവി ഹനുമാന് ഉപദേശം കൊടുക്കേണ്ടതാണ് അടുത്ത ഭാഗങ്ങൾ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ശ്രീരാമചന്ദ്രൻ. ഹരേ കൃഷ്ണ. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടാലും നീ. സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിശ്ചയിച്ചറിഞ്ഞുകൂടാത്തൊരു വസ്തു എന്നാണ് പറയണത്. അപ്പോൾ അതാണ്, വേറെ ഒന്നും ഒരു പേര് പറയാൻ പറ്റണില്ല. വസ്തു എന്ന് തന്നെയാണ് ഇവിടെ ദേവി പറയുന്നത്. അതാണ് ശ്രീരാമദേവൻ. നമ്മളെ കൊണ്ട് സാധാരണ ഒരാളെ കൊണ്ട് അതിൻ്റെ മഹത്വമൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. സാധാരണ ഒരാളെ കൊണ്ട് പറയാൻ പറ്റില്ല. ആർക്കും മനസ്സിലാവാത്തതും, എന്നാൽ എല്ലാവരിലും ഉണ്ട്, എല്ലാവർക്കും സുലഭമാണ്. പക്ഷെ എല്ലാവർക്കും ആ മഹത്വം തിരിച്ചറിയാൻ സാധിക്കണില്ല. അങ്ങനെയുള്ള ആ സച്ചിദാനന്ദമാണ് ഭഗവാൻ എന്ന് പറയണു. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു ബ്രഹ്മശ്രീ ശ്രീരാമനെന്നറിഞ്ഞു കൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം. നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും
എന്നുടെ തത്വാമിനി ചൊല്ലിയിടാം ഉള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതടോ. എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തൻ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമായവയെല്ലാം തത്സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. തത്സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തത്സ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബന്ധമോദേന ബുക്കുയാഗരക്ഷയും ചെയ്തു. സിദ്ധസങ്കൽപ്പനായ കൗശികാമുനിയെയും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകും നേരം ഗൗതമപത്നിയാ ശാപം തീർത്തു. പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചതരാപൂർവം മിഥിലാപുരം പുക്കു. 30 വൈരിയുടെ ശാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തൊടുത്തോരു ഭാർഗവരാമൻ തന്നെ തൻ്റെ ദർപ്പവും അടക്കി വൻപോട് അയോധ്യയും പുക്കു. 12 വത്സരമിരുന്നു സുഖത്തോടെ തതനും അഭിഷേകത്തിനായ ആരംഭിച്ചാനതു മാതാവു കൈകേയിയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടി ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരീപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടു ഉദകക്രിയകൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരുണ്യം ബുക്ക കാലത്തു വിരാധനെ ഖണ്ഡിച്ചു. കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു. ദണ്ഡമന്യേ രക്ഷോംശത്തെയൊടുക്കുവാൻ മുഖ്യതു പഞ്ചവടി തത്ര വാണിയിടുങ്കാലം പുഷ്കരാശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ. ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൾ മായയാ പൊന്മാനായി വന്നൊരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി. രാക്ഷസാവേഷം പൂണ്ടകബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ടു മോക്ഷദാനവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പൊക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ. പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. ഇതന്വേഷണം ചെയ്തു ദക്ഷിണാജലാദിയിൽ സേതുബന്ധനൻ ലങ്കാമർദ്ദനം ചെയ്ത ശേഷം പുത്രമിത്രാമാത്യ ഭൃത്യാദികളോടുകൂടി യുദ്ധസന്നദ്ധനായ ശത്രുവംശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു. ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവഗന്ധങ്കൽ മറഞ്ഞിരിപ്പോരെന്നെ പിന്നെ പാവനായെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരായേറി ദേവകളോടു മനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിനഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ. രാമായണത്തിലെ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള എല്ലാ ഭാഗങ്ങളും ചുരുക്കി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒരു തവണ നമുക്ക് എന്നും രാമായണം വായിക്കാൻ സാധിക്കണില്ല എന്നൊക്കെയുള്ള തിരക്ക് ജോലിക്കൊക്കെ പോണ ആൾക്കാർ ഈ ഒരു ഭാഗം
വായിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് രാമായണം വായിച്ച ഫലമാണ്. നമുക്ക് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടിയിട്ട് ഈ ഒരു ഭാഗം വായിച്ചാലും മതി. നമുക്ക് എന്നും പറ്റില്ലെങ്കിൽ ഈ ഒരു ഭാഗം വായിച്ചാൽ അത് മതി. എന്നും വായിക്കാൻ സാധിക്കും, അതാ നല്ലത്. ഇല്ലെങ്കിൽ ഈ ഭാഗമെങ്കിലും വായിച്ചാൽ അത് നല്ലതാണ് എന്ന് പറയണു. യജ്ഞനം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമം മോക്ഷത്ര നൽകിയിടിനൻ നിരഞ്ജയന്നേവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു. നൂനം രാമനം ജഗദ്ഗുരു നിർഗുണൻ ജഗതഭിരാമൻ അവ്യയനേകൻ ആനന്ദാത്മകനാത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ ഭൃംഗരാമൻ അച്യുതൻ വിഷ്ണു ഭഗവൻ നാരായണൻ ഗമിക്കുന്നതും പുനാരിരിക്കുന്നതും കിഞ്ചിത് ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാത് തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനായൊരു വസ്തു ചെയ്യുകില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടമായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു. തന്മായ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു. മഞ്ജുളവാച പുനരേവമരുൾ ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിങ്കൽ പ്രതിബിംബം പരിചിൽ കാണുന്നതോ ജീവാത്മാവർ അറികടോ. തേജോരൂപിണിയാമെന്നുടമായ തങ്കൽ വജമന്യെ നിഴലിക്കുന്നു കപിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ. കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലാമതു സഖേ. തത്വമസ്യാദിമഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. മൽഭക്തനായുള്ളവൻ ഇപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടും ഇല്ല സംശയാമേതും. ഭഗവാൻ പറയണു. ഇതൊക്കെ കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാൻ പറയാണ്, ഓരോ ജലാശയത്തിലും ഇങ്ങനെ ആകാശം കാണുന്നത് പോലെയാണ് എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പം എല്ലാവരും എന്താ കാണുന്നത്? അതിൻ്റെ ഒരു എങ്ങനെയാണ് ആകാശത്തിലുള്ള ഓരോ ജലത്തിലും കാണുന്നത് പോലെ ഓരോരുത്തരുടെ ഉള്ളിലും ഭഗവാൻ തന്നെയാണ് ആത്മാവായിട്ടിരിക്കുന്നത്. ഭഗവാൻ നിശ്ചലനായിട്ട് എപ്പോഴും വർത്തിക്കുകയാണ്. മറ്റത് തത്വമസി എന്ന് പറയുന്ന വാക്യാർത്ഥത്തിലൂടെ ഗുരുകൃപ കൊണ്ട് ഇത് അറിയാൻ കഴിയും. അങ്ങനെ അറിയാൻ കഴിഞ്ഞാൽ അവനിതാ എൻ്റെ ഭാവത്തെ പ്രാപിക്കും. പലരും പറഞ്ഞിട്ട് ഗുരു എന്ന് പറയുമ്പോൾ നമുക്കതാ ഗുരു ഇല്ലല്ലോ എന്ന് ഒരുപാട് പേര് സങ്കടം പറയണവരുണ്ട്. നമുക്ക് എപ്പോഴാണോ നമ്മുടെ മുന്നിൽ ഭഗവാൻ ഒരു ഗുരുവിൻ്റെ ഉപദേശം കേട്ട് നമുക്ക് അത്രയ്ക്കും ആ ഒരു തലത്തിലേക്ക് എത്തി അതിന് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഭഗവാൻ തന്നെ ഗുരു രൂപത്തിൽ ഏതെങ്കിലും ഗുരുവിൻ്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഉദ്ധരിച്ച് ഭഗവാൻ തന്നെയാണ് ഗുരുവായിട്ട് വരുന്നത്. അപ്പം അതുവരെ നമുക്ക് ഗുരുവായൂരപ്പനെ ഗുരുവായിട്ട് കാണാം, ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഗുരുവായിട്ട് കാണാം. കാരണം ശ്രീരാമൻ്റെ ഓരോരോ പ്രവർത്തികളും നമുക്ക് തരുന്ന ഓരോ ഉപദേശമാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ ആ ഉപദേശങ്ങളെ നമ്മൾ സ്വീകരിച്ചാൽ ആ ഗുരുനാഥനായിട്ട് മാറി ശ്രീരാമചന്ദ്ര പ്രഭു. അതുപോലെ സാക്ഷാൽ ഗുരുവായൂരപ്പനെ ആരെയാണോ നമുക്ക് ആ ഗുരുനാഥൻ നമ്മുടെ മുന്നിൽ നേരിട്ട് ഭഗവാൻ ഒരു ഗുരു രൂപത്തിൽ വരണത് വരെ അതിന് നമുക്ക് അത്രയ്ക്കും ആ ഒരു തലത്തിലെത്തണം. അതിനുള്ള ഒരു പ്രാപ്തി നമുക്ക് വരണം. എന്നാൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. അല്ലാണ്ട് നമ്മളെ ഏതെങ്കിലും ഒരു ഗുരുനാഥനെ ഗുരു ഇല്ലാണ്ട് പറ്റില്ല, ഗുരു ഇല്ലെങ്കിൽ പറ്റില്ല, ഗുരു വേണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ചെന്ന് നമ്മളായിട്ടൊരു ഗുരുനാഥനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതൊരു പക്ഷേ വേണ്ടതുപോലെ ആയിന്ന് വരില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും വേണ്ടത് എന്താ? ക്ഷമയാണ് വേണ്ടത്. ക്ഷമയോട് കൂടിയിട്ട് നാമം ജപിക്കുമ്പോഴേക്കും അതിൻ്റെ ഫലം കിട്ടണം, ഭാഗവതം വായിക്കുമ്പോഴേക്കും അതിൻ്റെ ഫലം കിട്ടണം, രാമായണം വായിക്കുമ്പോഴേക്കും അങ്ങനെയല്ല. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. എപ്പോഴാണോ
ഈശ്വരൻ അതിന് നമ്മളെ പാത്രീഭൂതരാക്കണം. അപ്പോൾ ആ സമയം വരെ, ഈശ്വരൻ നിശ്ചയിച്ച സമയം വരെ കാത്തിരിക്കുക. അതൊരു പക്ഷേ ഒരു ജന്മം ആവില്ല, ചിലപ്പോൾ ഇനി ഒരു ജന്മം കൂടി കാത്തിരിക്കേണ്ടി വരും. പറയാൻ പറ്റില്ല നമുക്ക് എത്ര ജന്മം കാത്തിരിക്കണം. എത്ര ജന്മം വേണ്ടി വന്നാലും ഭഗവാന് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെയല്ലേ രുക്മിണി ദേവി പറഞ്ഞത്? എത്ര 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 ജന്മം എടുക്കേണ്ടി വന്നാലും ഭഗവാനെ ഞാൻ അങ്ങയെ കാത്തിരിക്കുകയാണ്. അങ്ങയിൽ മാത്രമാണ് എൻ്റെ ലയം ഉള്ളത്. അങ്ങയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതുപോലെ നമ്മളും കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ ഇഷ്ടത്തിന് ചെന്ന് തിരഞ്ഞെടുക്കാനുള്ളതല്ല ഗുരു. ആ ഗുരുവിൻ്റെ ഇപ്പോൾ കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണ കാലം പറയില്ല, ഇത്ര വയസ്സ് കഴിഞ്ഞാലേ സ്കൂളിൽ കൊണ്ട് ചേർത്താൻ പാടുള്ളൂ, അപ്പോഴാണ് എന്നൊക്കെ പറയില്ലേ. അത്രയും പ്രായം കഴിയണം. ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല. മൂന്നാം മാസം തൊട്ട് പഠിപ്പിച്ച് തുടങ്ങും. അങ്ങനെ വേണമെന്നൊക്കെയാണ്. അത് അവിടെ നിൽക്കട്ടെ. എന്നാലും ഗുരുകുലത്തിൽ പറഞ്ഞേക്കണത്, സ്കൂളിൽ പറഞ്ഞേക്കാനൊക്കെ ഒരു സമയമുണ്ട്. അതുപോലെ ഒരു നിശ്ചിത നമുക്ക് അതിന് ഉള്ള ആ ഒരു തെളിഞ്ഞ് നമുക്ക് ആ ഗുരുനാഥൻ്റെ ഉപദേശം കേട്ടാൽ വേണ്ടതുപോലെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും. അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇതാ ഗുരുനാഥനായിട്ട് ഇതാ ഭഗവാൻ തന്നെ വരും. അത് എങ്ങനെയാണ് തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മുടെ അടുത്തേക്ക് ആ ഗുരുനാഥൻ വരുമ്പോൾ, കാരണം ആ ഗുരുനാഥൻ്റെ ഉള്ളിലിരിക്കുന്നതും നമ്മുടെ ഉള്ളിലിരിക്കുന്നതും ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ്. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഉറപ്പായിട്ടും തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയാണ് ആ ഗുരുനാഥൻ ഇല്ല എന്ന് പറഞ്ഞ് ഒരുപാട് സങ്കടം പറയണവരൊക്കെ വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ ആ ഗുരുനാഥനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും ത്വൽഭാവം കൊണ്ടു ചാടി വീണ് മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പ്രേമഭാവത്തോടുകൂടി ഭക്തിഭാവത്തോടു കൂടിയിട്ട് ആ ഭഗവാനെ ഭജിക്കുക. അങ്ങനെ ഭജിച്ച് 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 നമ്മുടെ ഉള്ളിൽ ആ ഭക്തിഭാവം നിറയുമ്പോഴാണ് നമുക്ക് ആ തത്വമസി എന്നൊക്കെ ഉള്ളത് ഉള്ളിലേക്ക് ബോധം ഉണ്ടാവുക, ഉറയ്ക്കാൻ ബോധം ഉണ്ടാവുക. ആ ഭക്തിയോടുകൂടി അത് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് സമയം വരുമ്പോൾ ആ ഗുരുനാഥൻ്റെ രൂപത്തിൽ ഭഗവാൻ വന്നത് നമുക്ക് ഉറപ്പിച്ചു തരണു. അത് ഉറപ്പിച്ച് കഴിയുമ്പോൾ ഭഗവാന് ഭക്തി ഉണ്ടാവും. ആ ഈശ്വരനിൽ സാക്ഷാത്കാരം ലഭിക്കും. അതല്ലാണ്ട് ഭക്തിയില്ലാണ്ട് എത്ര ശാസ്ത്രങ്ങൾ പഠിച്ച് അത് പഠിച്ചു ഇത് പഠിച്ചു, ഭാഗവതം വായിക്കുന്നുണ്ട്, ഭഗവത്ഗീത പഠിക്കുന്നുണ്ട്, നാരായണീയം ക്ലാസ്സിന് പോകുന്നുണ്ട്, മറ്റത് പഠിക്കുന്നുണ്ട്, ഇത് ഇങ്ങനെ നമ്മൾ കുറേ പഠിച്ചുകൊണ്ടേയിരിക്കും. അത് നല്ല ഭംഗിയിൽ വായിക്കാനൊക്കെ കേട്ടാൽ അത്ര ഭംഗിയിൽ പാരായണം ചെയ്യാനും ഒക്കെ നമുക്ക് സാധിച്ചു എന്നൊക്കെ വരും. പക്ഷേ ഒരു പ്രേമഭാവം ഇല്ലാണ്ട് ഇത് ഞാൻ ചെയ്യണു, ഞാൻ പഠിക്കണു എന്നുള്ള ഭാവത്തിലാവുമ്പോൾ അത് വേണ്ടതുപോലെ ആവില്ല. അപ്പം അതുകൊണ്ടാണ് പറയണത്, അത് പഠിക്കണതൊക്കെ നല്ലതാണ്, വേണ്ടാന്ന് പറയണില്ലേ. പക്ഷേ ആ പഠിക്കണതോട് കൂടിയിട്ട് ഇത് വെറും പാഠ്യവിഷയമല്ല. ഇത് ഭഗവാന്റേതാ ആ വാഗ്മയ രൂപമാണ്. ഇതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ഭഗവാനാണ്. ഓരോ വാക്കിലും ഭഗവാനുണ്ട്. അപ്പോൾ ആ ഓരോ വാക്കുകളും ഓരോ അർത്ഥവും ആനന്ദിച്ച് അനുഭവിച്ച് ആസ്വദിച്ച് അതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഈശ്വരനിൽ ആ പ്രേമഭക്തി ഉണ്ടാവും. അല്ലാണ്ട് എത്ര പഠിച്ചിട്ടും എത്ര അറിഞ്ഞിട്ടും ഇത് ഇന്നതാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ കണ്ടില്ലേ, വിശിഷ്ടമായിട്ടുള്ള ഒരു മധുര പലഹാരം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? അതിൻ്റെ ആ അതിന് മധുരമാണ്, അത് അതിവിശിഷ്ടമാണെന്ന് എല്ലാവരും പറയണു. അതെങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ എന്നുള്ള വിധവും അറിയാം. അത് ഒരു പക്ഷേ നന്നായി ഉണ്ടാക്കാനും അറിയാം. പക്ഷെ അത് നമ്മൾ രുചിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ, ഉണ്ടാക്കിയൊക്കെ ഉണ്ട്, ധാരാളം പേര് കഴിച്ചിട്ട് ഗംഭീരമായിട്ടുണ്ടെന്ന് പറയണുണ്ട് അല്ലേ. നമുക്ക് അതിൻ്റെ അർത്ഥമൊന്നും അറിയാണ്ട് ആയിട്ടായാലും വേണ്ടില്ല. ഇപ്പോൾ ഭാഗവതമൊക്കെ, നാരായണ ഭാഗവതമൊക്കെ ധാരാളം സപ്താഹ വേദികളിലിരുന്ന് ഭാഗവതം വായിക്കണവരുണ്ട്. ഏത് ഭാഗം വായിച്ച് അതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. പക്ഷേ അവരെത്ര ഗംഭീരമായിട്ടാണ് വായിക്കണേ.
അവർ നല്ല ഗംഭീരമായിട്ട് വായിക്കുന്നുണ്ട്. അത് വായിക്കണ കേൾക്കുമ്പോൾ ഇത് ഏത് സ്കന്ധാണ്, എത്രാമത്തത്, അത് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല. അത് അവർക്ക് അടുത്തിരിക്കണവരുടെ നോക്കണം. അവർ ഭാഗവതം സപ്താഹങ്ങൾക്ക് വരെ വായിക്കും, അങ്ങനെ പലതിനും പോകും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രേമത്തോട് കൂടിയിട്ടല്ല, വായിക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ട് വായിക്കണു. അത് ഈശ്വരൻ്റെ കഥ ആണ്, അത് ഭഗവാന്റെയാണ്. അത് കേട്ടിരിക്കുമ്പോഴും ആനന്ദം അനുഭവിക്കണം. പല ഇതിലും ഞാനത് പല സപ്താഹവേദികളിലും കണ്ടിട്ടുണ്ട്. ചുരുക്കം ചിലവർ അതിങ്ങനെ പാരായണം ചെയ്യണവർ അത് ആസ്വദിച്ച് പാരായണം ചെയ്യണു. മറ്റുള്ളവർ പാരായണം ചെയ്യുമ്പോഴും അവർ കേട്ട് ആസ്വദിക്കണം. അതുപോലെ ഭഗവത് കഥകളായിട്ട് കേട്ട് ആസ്വദിക്കണം. ഇത് കേവലം ഒരു ജോലി പോലെയൊന്നുമല്ല അവർ ചെയ്യണത്. അവർ ആ ഭഗവാനിലെ ആസ്വദിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കണവരാണ്. അപ്പം അങ്ങനെ ആസ്വദിച്ച് അനുഭവിക്കാറാവണം. നന്നായി വായിക്കാൻ അറിഞ്ഞതുകൊണ്ടോ പഠിച്ചത് കൊണ്ടോ കാര്യമില്ല. ഓരോ അക്ഷരവും ആനന്ദം തരുന്ന അക്ഷരബ്രഹ്മമാണ്, ആ ഭഗവാൻ തന്നെയാണ്. അതിൽ അലിഞ്ഞു ചേരുകയാണ് വേണ്ടത്. ഓരോന്ന് കേൾക്കുമ്പോഴും ആ സുന്ദര രൂപയെന്ന് വിളിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ആ ആർദ്രത വരണം. ആ ദേവിയുടെ ആ ഒരു ഭാവം, ആ ഭഗവാന്റെ ഭാവം നമ്മുടെ ഉള്ളിലേക്ക് എത്തണം. ഹനുമാനെ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന ആ രാമചന്ദ്രൻ്റെ മനോഭാവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണം. അപ്പോഴല്ലേ നമുക്ക് വേണ്ടതുപോലെ അത് ഉള്ളിലേക്ക് എടുത്ത് വേണ്ടതുപോലെ ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ വേണം പാരായണം ചെയ്യുമ്പോൾ. അങ്ങനെ വേണം നമ്മൾ. ചിലപ്പോൾ നമുക്ക് പാരായണം ചെയ്യാൻ നല്ല ഭംഗിയിലൊന്നും അറിയില്ലെങ്കിൽ ഓരോ വാക്കുകളെയും ആസ്വദിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. അപ്പം നമുക്കത് അനുഭവമായിട്ട് തീരും. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യമേതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേവിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. പരമൊരുപദേശമില്ലിതിന്മീതയൊന്നും ശ്രീരാമദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം. സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാപഹരം ഹൃദ്യം ആനന്ദോദയം. സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ. മുക്തനായി വരൂ സംശയമില്ലാ നാഥ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ. അത് ഇതാ ഇവിടെ പറയണെന്താ, ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോവും. നമ്മൾ എത്ര കാലമായി രാമായണം വായിക്കുന്നു അല്ലേ? നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇതൊന്നും നശിച്ചു പോവാണ്ട് വീണ്ടും ഈ ദുഃഖവും ദുരിതവും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു? ആനന്ദം അനുഭവിക്കാൻ പറ്റണില്ല. മറ്റുള്ളവരോട് പകയും വിദ്വേഷവും അസൂയയും ഒക്കെ തോന്നുന്നു നമ്മുടെ ഉള്ളിൽ. ഇത്രയും കാലമായിട്ടും നമുക്ക് അതിൽ നിന്നൊരു വ്യത്യാസം ഒന്നും വരാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതാണ്. എങ്ങനെ വായിക്കണം? ഭക്തി പുണ്ടനാരദം എപ്പോഴും പഠിക്കണം. ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ. അങ്ങനെ ഉള്ളിൽ ഹൃദ്യമാക്കിയിട്ട് വായിക്കുമ്പോൾ ഓരോ അക്ഷരത്തിലും ആനന്ദത്തോടുകൂടി കൊതിയോട് കൂടിയിട്ട് ഓരോ അക്ഷരത്തിലും രാമൻ്റെ ആ ഒരു ആനന്ദഭാവം നമ്മുടെ ഉള്ളിലേക്ക് എത്താൻ, രാമനെ അനുഭവിക്കാൻ വേണ്ടി വായിക്കണം. അപ്പോഴാണ് ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുള്ളൂ. അല്ലാണ്ട് വേറെ നമുക്ക് പല വിധത്തിൽ വായിക്കണതോ പല രീതിയിൽ വായിക്കണതിലൊന്നുമല്ല മഹത്വം. നമുക്ക് ആനന്ദത്തോടു കൂടി അനുഭവിക്കാൻ സാധിക്കണം. അങ്ങനെ അനുഭവിച്ച് വായിക്കാൻ സാധിക്കുമ്പോഴാണ് ഈ രാമായണ പാരായണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാവുള്ളൂ.
ഗുണം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറയില്ല. കാരണം ഗുണമേ ഉള്ളൂ. നമുക്ക് മാറ്റം ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളത് വേണ്ടതുപോലെ ചെയ്യാത്തത് കൊണ്ടാണ്. പക്ഷേ കാലക്രമേണ അത് മാറ്റം ഉണ്ടാക്കി തരും നമുക്കത് ഉറപ്പാണ്. അത് പെട്ടെന്ന് പ്രത്യക്ഷമായിട്ട് നമുക്ക് അത് അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടതുപോലെ ഉപയോഗിക്കണം. ഹരേ കൃഷ്ണ. ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപഹാരി സുവർണസ്തേ ഈ ദുഷ്ടൻ ലോകനിന്ദിതേനേറ്റമെങ്കിലും അവൻ ഭക്തിയ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും. അത്രയുമല്ല, യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും. ഇല്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വരാദയാനിധേ പന്നകാവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമതമം രസായനം തന്മുഖാഗലീതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികയെന്നുള്ളതില്ലായല്ലോ. നിർണയാമതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തത് ഏതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യമെല്ലാം കിങ്കണന്മാർക്കു വിദ്യയുണ്ടാകുകയില്ലല്ലോ. കിങ്കണന്മാരായുള്ളോർക്കർത്ഥവും ഉണ്ടായി വരാ. കിമൃണന്മാർക്കു നിത്യ സൗഖ്യവും ഉണ്ടായി വരാ. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം അറിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയോട് ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു. ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊൾകന്നരുൾ ചെയ്തു. വേദാവു ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതാമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖ നിയോഗത്താൽ മാനുഷമുക്തിയർത്ഥമായി ചമച്ചാലിതു ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മരാമായണമെന്നു പേരിതിന്നിതം അധ്യയനം ചെയ്യുന്നവർക്ക് ആത്മജ്ഞാനവുമുണ്ടാം. പുത്രസന്തതീതന സമൃദ്ധി ദീർഘായുസ്സും മിത്രകീർത്തി മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. അപ്പം പറയണുതാ, എനിക്ക് ഈ കഥകൾ ചുരുക്കി കേട്ടപ്പോൾ തന്നെ ഒരുപാട് മനസ്സിൽ ഒരുപാട് ആനന്ദമുണ്ട്. അപ്പോൾ കുറച്ച് കേൾക്കുമ്പോൾ എത്ര കേട്ടാലും മതി വരാത്തതാണ് ഭഗവാന്റെ കഥ. അപ്പോൾ കുറച്ച് കേൾക്കുമ്പോൾ അത് തൃപ്തി വരണില്ല. ഇനിയും കേൾക്കണം എന്നുള്ള കൊതിയാണ് ഉള്ളിൽ. അപ്പം അതുകൊണ്ട് അങ്ങത് വിസ്തരിച്ച് പറഞ്ഞു തരണം. അത് ആ മഹാത്മ്യമൊക്കെ വിസ്തരിച്ച് കേട്ടാലല്ലോ. ഓരോ നിമിഷങ്ങൾ നിസ്സാരാണെന്ന് കരുതുന്നവർക്ക് വിദ്യ ഉണ്ടാവാൻ കഴിയില്ല. കാരണം പഠിക്കുന്ന കുട്ടികൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ പഠിക്കണം. എങ്കിൽ മാത്രമേ വേണ്ടതുപോലെ ആ വിദ്യ ആ കുട്ടികൾക്ക് തെളിഞ്ഞു വരുള്ളൂ. അതുപോലെ കൊച്ചു നാണയങ്ങൾ 50 പൈസ 1 രൂപയല്ലേ സാരമില്ല എന്ന് വിചാരിച്ച് അതിനെ ഉപേക്ഷിക്കുന്നവർക്ക് സമ്പത്ത് ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ കടം മേടിക്കുക, അവിടുന്ന് കുറച്ച് കടം മേടിച്ചു, ഇവിടുന്ന് കുറച്ച് കടം മേടിച്ചു, സാരമില്ല എന്ന് ആ കടബാധ്യത കാര്യമാക്കാത്തവർക്ക് ജീവിതത്തിൽ സുഖം ഉണ്ടാവില്ല. കാരണം
ഈ കടം മേടിച്ച് ഒരു ഭാഗത്തുനിന്ന് മേടിച്ച് മറ്റേ ഭാഗത്തുനിന്ന് മേടിച്ച് അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാവുക? അപ്പോൾ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാവുക ഇല്ല. അതുപോലെ ഈശ്വരന്മാരെ ആദരിക്കാണ്ട് ഈശ്വരനില്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിച്ച് നടക്കുന്നുണ്ടല്ലോ, അവർക്ക് ഗതി കിട്ടണില്ല. അതുകൊണ്ട് ശ്രേഷ്ഠമായിട്ടുള്ള രാമകഥ വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. അങ്ങനെ അത് കേട്ടപ്പോൾ മഹാദേവൻ കഥ പറയുകയാണ്. അതിൽ കുറച്ച് ഭാഗങ്ങളും കൂടി പാരായണം ചെയ്തിട്ട് ഇന്നത്തെ പാരായണം ഇവിടെ സമർപ്പിക്കാം. പങ്ക്തികന്ധര മുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനാലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ജഗയന്യേ മറ്റൊരു കഴിവില്ല. സരസോത്ഭവാനേവം ചിന്തിച്ചു ദേവന്മാരോട് ആരൂഢഗേതം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി ക്ഷീരസാഗരാതീരം പ്രാപിച്ചു ദേവമുനിമാരോടും കൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂപ്പി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരമൊരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവം തനിക്ക് അൻപോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവദ്രൂപം മനോഹരം ചന്ദ്രിക മന്ദസ്മിത സുന്ദരാനന പൂർണചന്ദ്രമണ്ഡലമരവിന്ദാലോചനം ദേവം ഇന്ദ്രനീലാഭംബരം ഇന്ദിരാമനോഹരം ഇന്ദിരാവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം വത്സലാഞ്ജനവത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്തലോകോത്സവം സൽസേവിതം മേരു സന്നിഭ കിരീടോദ്യകുണ്ടല മുക്താഹാരകേയൂരംഗ ഹാരകേയൂരംഗത കടക കടീസൂത്ര വലയാങ്കുലീയകാദ്യാഖില വിഭൂഷണ കലിതാകളേപരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പുണ്ടു സരസീരുഹാഭവൻ മധുര സ്ഫുടാക്ഷരം സരസാപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനൻ പരമാനന്ദമൂർത്തേ ഭഗവാൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകലാജകൽപദേ നിത്യനിർമ്മലാമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാമദാമദ്വയമേകം നിത്യവും നമോസ്തുതേ കരുണാജലാനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാന യജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു ഒന്നാലും ആവതില്ല. നിന്ദുരുവടിയുടെ പാദാംബുജദ്വന്ദ്വന്തികെ കാണായി വന്നതെനിക്കു ഭാഗ്യവശാൽ സത്വജിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധിയാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കേണം പോറ്റി പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസി സദാകാലം ഭക്തവത്സലാ പോറ്റി പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം
ചേതസീ സദാകാലം ഭക്തവത്സല പോറ്റി സംസാരമയ പരിതപ്തൻ മാനസന്മാരാം പുംസാം ത്വൽഭക്തി ഒഴിഞ്ഞില്ല ഭേഷജാമേതും മരണാമോർത്തു മമാ മനസി പരീതാപം കരുണാമതാനിധേ പെരികെ വളരുന്നു മരണകാലേ തവാദ തരുണാരുണ സമാചരണ സരസിജ സ്മരണയുണ്ടാകാനായി തരിക വരം നാഥ കരുണാകര പോറ്റി ശരണം ദേവാരമാരമണാധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവാൻ ജയ ജയ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരജിന്മയ പരാപര പത്മാക്ഷ ജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ ചതുരാനനനിധി സുതിച്ചോരോ നേരം മധുരാതരാമതി സ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ എന്തിനിപ്പോഴെല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാൻ ഇവിടെ കിഴറ്റോടെ വരുവാൻ മൂല മധു ചൊല്ലുകെന്നതു കേട്ടു സരസീരുവ ഭവാനി വണ്ണാമുണർത്തിച്ചു നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടതൊരു വസ്തുലോകത്തിങ്കലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥ പൗലസ്ത്യതനയനം രാവണൻ തന്നാൽ ഇപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപതേ മദ്ദത്തവരബലാതർപ്പിതനായിട്ടതീ നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെ വെല്ലാമയ്യോ ലോകപാലകന്മാരും തച്ചാട്ടിക്കളഞ്ഞവനേകശാസാക്കിച്ചമച്ചു ലോകമെല്ലാം. ഓരോന്നും നമുക്ക് വേണ്ടിയിട്ട് പറയണു. ഇവിടെയുള്ള സ്തുതികളൊക്കെ പറയണു. ഈ ഭഗവാൻ പറയണു. അവിടെ ഭഗവാന്റെ ആ സ്തുതിക്കുമ്പോൾ പറയണു അങ്ങയുടെ ഇപ്പോൾ തപസ്, സ്വാധ്യായം, തപസ്, ജ്ഞാനം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ടൊന്നും ഒരുത്തനും മോക്ഷമൊന്നും നേടാൻ സാധിക്കില്ല. ആ കർമ്മങ്ങൾ നന്മ ചെയ്താൽ ആ കർമ്മത്തിൻ്റെ പുണ്യഫലം അനുഭവിക്കാൻ പറ്റും. ആ പുണ്യഫലം കൊണ്ട് ഇപ്പം നമുക്ക് ആ പുണ്യഫലം അനുഭവിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ആ പുണ്യഫലം കൊണ്ട് ഇപ്പോൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് എന്തെങ്കിലും സാധനം വാങ്ങുക, പൈസ കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറയില്ലേ, അതുപോലെയാണ് ആ പുണ്യ പാപ ഫലങ്ങളാണ് നമുക്ക് ഇപ്പോൾ നരകം സ്വർഗം എന്നൊക്കെ പറയണില്ലേ, അതുപോലെ അനുഭവിക്കാൻ പറ്റുക. അപ്പോൾ ഈ പുണ്യഫലങ്ങൾ വേണമെങ്കിൽ ആ ചെയ്ത പ്രവൃത്തി ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ പുണ്യഫലങ്ങൾ വേണമെങ്കിൽ സിദ്ധിച്ചു എന്ന് വരും. പക്ഷേ ഒരിക്കലും മോക്ഷം സിദ്ധിക്കില്ല. അവിടുത്തെ അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ, ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ മോക്ഷം ഉണ്ടാവുള്ളൂ എന്നുള്ളത് പറയണു. അപ്പം അതുകൊണ്ട് ഈ സംസാരത്തിൽ ഉണ്ടാവുന്ന രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ആ മനുഷ്യർക്ക് അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഭക്തിയല്ലാണ്ട് വേറെ ഒന്നുമില്ല, വേറെ ഒരു ഔഷധവും ഇല്ല. ഇതിനൊക്കെ ഏറ്റവും വലിയ സിദ്ധ ഔഷധമാണ് ഭക്തി. അപ്പോൾ ആ ഭക്തി ഉണ്ടാവണം. അപ്പോൾ പിന്നെ നമുക്കെപ്പോഴും എന്താണ്, മരണചിന്തയാണ് ആ ദുഃഖം ഉണ്ടാവണത്. അപ്പോൾ ആ അവസാന കാലത്ത് അല്ലേ, മരണകാലത്തു ഭവൽ സ്വരൂപത്തെ മരതകാവർണ തെളിഞ്ഞു കാണണം. അവസാന കാലത്ത് ഭഗവാനെ കാണാനായിട്ട് വരണം. അതിനെന്ത് വേണം? ഭക്തി ഉണ്ടാവണം. ഭക്തി ഉണ്ടായിട്ട് സദാ ആ പ്രേമഭാവം ഭഗവാനോടുണ്ടായി എപ്പോഴും ഭഗവാനെ മനസ്സ് ചേർത്ത് വച്ചാൽ മാത്രമേ ആ അവസാന കാലത്ത് ഈ ശരീരം വിട്ട് പോകുമ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ശരീരം വിട്ട് നമ്മൾ പോണ സമയത്ത് നമുക്ക് ആ മരണപീഠയൊന്നും ഉണ്ടാവില്ല. മുരളിനാഥമാം അമൃതുകൊണ്ടെൻ്റെ മരണസങ്കടം അകറ്റിടേണമേ. ആദ്യമേ തന്നെ ആ മുരളിനാഥമാകുന്ന അമൃത് സേവിച്ച് ആ മരണസങ്കടം ഇല്ലാണ്ടാക്കി തീർത്താൽ അവസാന കാലത്ത് ആ ഭഗവാനെ കണ്ട് ആനന്ദത്തോടു കൂടിയിട്ട് പോവാം. അതിനു വേണ്ടിയിട്ട് ആ ഭഗവാന്റെ ആ മുരളീനാഥം കൊണ്ടുണ്ടാകുന്ന അമൃതസേവ നടത്തണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? ഭക്തി ഉണ്ടായാൽ മാത്രമേ ഈശ്വരൻ്റെ ഓടക്കുഴൽ വിളി കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭക്തിയോടുകൂടി ഇരിക്കണം എന്നുകൂടി ഇവിടെ പറയുകയാണ്.
അത് എന്നിട്ട് വന്ന് സ്തുതിക്കുമ്പോൾ ഭഗവാൻ ചോദിക്കണോ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്തുതിക്കുന്നത്? അപ്പോൾ ഭഗവാൻ അറിയാത്ത കാര്യമല്ലെങ്കിലും അതിനെ വർണ്ണിക്കണു. രാവണൻ എന്താ ചെയ്യുന്ന ഓരോ ദ്രോഹങ്ങളെയൊക്കെ എടുത്ത് പറഞ്ഞ് ആ ബുദ്ധിമുട്ടുകളെ പറയുകയാണ് ഇവിടെ ബ്രഹ്മദേവൻ. യാഗാദി കർമ്മങ്ങളും മുടക്കി എത്രയെല്ലാ യോഗീന്ദ്രന്മാരും മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും മറ്റനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ. മൃത്യുവെന്നതും മുന്നേ കൽപ്പിതഞ്ച് കൽപ്പതേ. നിന്തിരുവടി തന്നെ മത്യനായി പിറന്നിനി ഭക്തി ഗന്ധരൻ തന്നെ കൊല്ലണം ദയാനിതേ. സന്തതം നമസ്കാരമതിന്നു മധുരുപോ ചെന്തളീരടീണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവാനിദ്ധാമുണർത്തിച്ചതു നേരം പത്മലോചനം ചിരിച്ചരുളിച്ചതാനേവം. ചിത്തശുദ്ധിയോടെ എന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭം പുരാ കശ്യപ പ്രജാപതി ദത്തമായിതുവരം സുപ്രസന്നേനാമയാ തദ്വജ സത്യം കർത്തുമുദ്യോഗമദ്യൈവമേ. കശ്യപൻ ദശരഥാത്മാന രാജന്യേന്ദ്രനായി കാശ്യപീതലേ തിഷ്ടദ്യുധനാവിധാതാവേ. തസ്യ വല്ലഭയാകുമതിഥി കൗസല്യം തസ്യ ആത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലയെ വന്നു. കീകസാത്മജ കുലനാശനകാരിണിയായി മേദിനി തന്നിൽ അയോനിജയായി കൊണ്ടുവരും. ആദിദേയന്മാർ കവിവീരന്മാരായി പിറക്കേണം. മേദിനി ദേവിക്കതീഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നാൽ അരുളി ചെയ്തു നാഥൻ. ദേവനായകനെയുമയച്ചു മറഞ്ഞപ്പോൾ വേദനായകനെയുമയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനൻ ഭക്തിയോടെ. ആതിഥേയന്മാർക്കെല്ലാം അതി തീർന്നതു നേരം അതിനായകൻ മറഞ്ഞിടിനാരാശ നോക്കി. ഗതവുമകന്നുടൻ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും. വാസരാധീശ അന്യയെ സാദരം അയോധ്യയിൽ വാസവാദികളായ നിങ്ങളോ ഒന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമണ്ഡലേ പിറക്കണം. മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതുദാനവ വീരന്മാരോട് യുദ്ധം ചെയ്വതിന്നോരോ കാനനാഗിരി ദ്വാരവൃക്ഷങ്ങൾ തോറും വാനരപ്രവരരായതും വൈകിടാതെ സൂത്രമാദികളോട് പത്മസംഭവം നിജ ഭർത്തശാസനാമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും പുക്കു സത്വരം ദരിദ്രിയും സന്താപാമതി സ്വസ്ഥനായി മരുവിനാൾ. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപാദികളായാരല്ലോ മനുഷ്യ ഹരി സഹായാർത്ഥമായി തൽസതോ മനുഷ്യ ഹരി സമ വേഗവിക്രമത്തോടെ പർവ്വത വൃക്ഷോബലയോധികളായി ഉന്നത പർവ്വത തുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷാമണന്മാരായി പ്ലവകവൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു വണാരല്ലോ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇന്ന് ലൈവ് അല്ലാത്തത് കൊണ്ട് തൽക്കാലം ഇങ്ങനെ നിർത്തി ഇവിടെ സമർപ്പിക്കാം.
ഓരോ ദിവസവും കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞ പോലെ നമുക്ക് പറ്റാവുന്നിടത്തോളം പാരായണം ചെയ്ത് സമർപ്പിക്കാം. ചില ദിവസം 1 മണിക്കൂറാവും, ചില ദിവസം 1.5 മണിക്കൂറാവും, നമുക്ക് പറയാൻ പറ്റില്ല. അത് ഭഗവാന്റെ ഇച്ഛ പോലെയാണ്. ഭഗവാൻ എങ്ങനെയാണോ നമ്മളെ കൊണ്ട് എന്തൊക്കെയാണോ നമുക്ക് അനുവദിച്ചു തരുന്നത് അതുപോലെ നമുക്ക് അനുഭവമാവാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പാരായണം തൽക്കാലം ഇവിടെ സമർപ്പിക്കുകയാണ്. ഇനി പുത്രകാമേഷ്ടി മുതലാണ് നാളെ മുതൽ വായിക്കേണ്ടത്. അപ്പോൾ ഇനി അത് കുറവാണോ കൂടുതലാണോ എന്നൊക്കെ നോക്കിയിട്ട്, ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല വായിക്കാറ്. ഞാൻ പറ്റണ പോലെ വായിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാവാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കർക്കിടകം 7-നാണ് ഇവിടെ തിരുവോണോട്ട് വരുന്നത്. 22-ാം തീയതിയാണെന്ന് തോന്നുന്നു കർക്കിടകം 7. അപ്പോൾ നിങ്ങളൊന്ന് നോക്കണേ, കർക്കിടകം 7ആണ്. 17 ഇന്ന്. അപ്പോൾ 7 ദിവസം കൂടി, 17, 3, 20, 22, 22 തന്നെ. 22-ാം തീയതിയാണ് ഇവിടെ തിരുവോണോട്ടും കർക്കിടകം 7 ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ അന്നേ ദിവസം അമ്പലത്തിൽ നാമജപം ഉണ്ടായിരിക്കും. ആ കർക്കിടകം 7-ന് ഇവിടെ എന്നോട് അമ്പലത്തിൽ നിന്ന് അറിയിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 7-ൻ്റെ അന്ന് രാവിലെ ആ കർക്കിടക പൂജയൊക്കെ തൊഴുത് കഴിഞ്ഞാൽ അപ്പോൾ തൊട്ട് നാമജപം തുടങ്ങാം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം, അതായത് കുറച്ച് അങ്ങോട്ട് ആയ ശേഷം ആ ഉച്ച സമയത്ത് എല്ലാവരും വന്നു തുടങ്ങുന്ന സമയത്ത് രാമായണം പാരായണം ചെയ്ത് വേണ്ടതുപോലെ സമർപ്പിക്കാം. അന്നത്തെ പാരായണം അങ്ങനെ സമർപ്പിക്കാം എന്നാണ് അമ്പലത്തിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ സാധിക്കുന്നവരെല്ലാം ഇവിടെ അടുത്ത പ്രദേശത്തു നിന്ന് കേൾക്കണവർ ധാരാളം പേര് പറയുന്നുണ്ട്. പുതുക്കാട്, കൊടകര, അതുപോലെ നന്ദിപുരം, അങ്ങനെയൊക്കെ ധാരാളം പേര് പറയുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ സാധിക്കുന്നവരെല്ലാം 9 മണിയോട് കൂടിയിട്ട്, അധികം നേരത്തെ ഒന്നും പറയണ്ടേ, 9 മണിയോട് കൂടിയിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നാൽ ഏകദേശം ഒരു 12 മണിയോട് കൂടിയിട്ട് അന്നദാനം തുടങ്ങുന്നതോടെ. അപ്പോൾ അതിന് ശേഷം ആ പ്രസാദൂട്ടമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. എല്ലാവരും വരണം, സാധിക്കുന്ന എല്ലാവരും വരണം. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങളോട് ഞാനിവിടുന്ന് ഇവിടെ കാളത്തോട് എൻ്റെ നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയിലെ തന്നെ ശ്രീദേവിയുടെ ഗൃഹത്തിലെ സത്സംഗത്തിന് പോയപ്പോൾ അവർ പറഞ്ഞിരുന്നു ഒരു ദിവസം നാമജപത്തിന് വരാമെന്ന്. അപ്പോൾ അവർക്ക് ഇതുവരെ അതിന് സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നു. സാധിക്കുകയാണെങ്കിൽ ഈ പ്രസാദൂട്ടിനെങ്കിലും അവരെല്ലാവരും വരണമെന്ന് ഞാൻ അവരെ കൂടി ക്ഷണിക്കുകയാണ്. ഇങ്ങനെ ക്ഷണിക്കണ്ടേ, പിന്നെ പ്രത്യേകിച്ച് വേറെയും ക്ഷണിക്കാം. എന്നാലും മറന്നു പോവാണ്ട് ക്ഷണിക്കുകയാണ്. ഇപ്പം എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കാത്തവരൊക്കെ അവരവരുടെ ഗൃഹങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുക. പറ്റാവുന്നവർക്കൊക്കെ പോകാൻ സാധിക്കണേന്നും പ്രാർത്ഥിക്കുക. അതുകൊണ്ടല്ലോ സത്സംഗത്തിന് പറ്റാവുന്നവർക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കണേന്ന് കൂടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളൊരു പ്രാർത്ഥന അതിനും കൂടി ആവട്ടെ. കാരണം നാമം ജപിക്കാൻ എന്തൊക്കെ അവസരം കിട്ടുന്നുണ്ടോ അതൊക്കെ വേണ്ടതുപോലെ വിനിയോഗിക്കുക. അങ്ങനെ നമുക്കിതാ ഇത് ഇവിടെ സമർപ്പിക്കാം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരോടുമുള്ളിൽ പകയേശിടാതെ, നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ, രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമതീയ ജന്മം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം.